ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. ഈ വീഡിയോയിൽ പല പല ഡ്രസ്സിലായിരിക്കും എന്നെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ടിട്ടല്ല ഡ്രസ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 കോസ്റ്റ്യൂമിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ ടൈമിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പോയിട്ടുള്ളത് അപ്ടൺ പാർക്കിൽ ഡിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. അവിടെ കുറേ ഇന്ത്യൻ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിലുള്ള ടൈപ്പും അല്ലെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് ഡ്രസ്സസ് ഇല്ല, അതായത് GCC എന്നൊക്കെ നമുക്ക് ഈ കൊണ്ടുവരുന്ന ടൈപ്പ് മെറ്റീരിയൽ, അബായ അതുപോലെയുള്ള ഡ്രസ്സസൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്ടൺ പാർക്കിൽ ഒരു ചെറിയൊരു മോള് പോലെ ഉണ്ട്. ആ മോളിൽ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ, ഡിന എന്ന് പറഞ്ഞിട്ട്. നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഒരു ഡ്രസ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഈ ഡ്രസ് കോഡൊക്കെ വെച്ചിട്ട് ഇടാനുള്ളവർക്ക് ഒരു ഡ്രസ്സിൻ്റെ തന്നെ 4-5 കളേഴ്സ്, സെയിം ഡ്രസ്സ് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പോയപ്പോഴത്തേക്കും ഏകദേശം സമയം 9 മണി 9:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 9 മണി കഴിഞ്ഞാൽ പിന്നെ അവർ ട്രയൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ 9:30 ആകുമ്പം ഷോപ്പ് ക്ലോസ് ആവും. അപ്പം അറ്റപ്പറ്റയായിട്ട് ഇത്ര ധൃതി പിടിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഡേ പോയി നമ്മൾ നോക്കിയിട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സമയം അത്രയും കുറവായതുകൊണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തിറങ്ങിയാൽ ഇങ്ങനെ സ്ട്രീറ്റ് പോലെ ഉണ്ട്. അവിടെ ഒരു ഷോളിന് മാത്രമായിട്ടൊരു ഷോപ്പ്, അല്ലെങ്കിൽ ലെഗിൻസിന് മാത്രമായിട്ടൊരു ഷോപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഇറങ്ങിയിട്ടാണ് ഞാൻ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇച്ചിരി ക്രൗഡാണ്, ഇച്ചിരി തിരക്ക് കൂടുതലാണ്. അപ്പോൾ ഈ തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ നിന്നാണ് UK പ്രത്യേകിച്ച് ലണ്ടനിൽ ഭയങ്കരമായിട്ട് ഫോണൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്തില്ല, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് അജുവിനും മുന്നാക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും വൈറ്റ് കളർ ഡ്രസ്സ് ഇടാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2-3 ഷോപ്പിൽ നമ്മൾ കയറി. വെസ്റ്റ് ഫീൽഡ് മോളിലാണ് സ്ട്രാറ്റ്ഫോർഡുള്ള, അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2-3 ഷോപ്പിൽ മാറിയൊക്കെ കയറി. എന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു വൈറ്റ് ഷർട്ട് അവർ ഒപ്പിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ അവർ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ ഷർട്ടൊക്കെ നോക്കുന്ന കുറച്ച് ബോറടിക്കും കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാനതൊരു വെറുതെ പുതിയ ഇതൊക്കെ ആയതുകൊണ്ടിട്ടായിരിക്കും ഈ ഷൂസും അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെ കുറേ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല രസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. നല്ല ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ. ഇപ്പം ഓരോ സീസൺ ആകുമ്പോഴത്തേക്കും ഓരോന്നിനൊക്കെ നല്ല ഡിസ്കൗണ്ട് വരും. അപ്പോൾ ഞാൻ വെറുതെ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. എനിക്ക് പൊതുവേ ചെരുപ്പുകൾ, ബാഗുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ കൂടുതൽ ഷൂസാണ് ഉപയോഗിക്കൽ. എങ്കിലും എനിക്ക് ഇതിൻ്റെയൊക്കെ വെറൈറ്റീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരുടെ കയ്യിൽ കണ്ടാലും ബാഗൊക്കെ നല്ല വെറൈറ്റി കണ്ടാൽ ഞാനതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീടെത്തി. എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന 2 ഡ്രസ്സ് മുന്ന കുഞ്ഞിന് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പെരുന്നാളിന് അവനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് 2 അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ആ ഡ്രസ്സസൊക്കെ എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇൻഷാ അല്ലാഹ് ഞാൻ ഈദ് വ്ളോഗ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ.